ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇത്തവണ ഓണം വരുന്നത് ഓഗസ്റ്റ് 26-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമുക്ക് സെപ്റ്റംബറിലേക്ക് പോകാറുണ്ടെങ്കിലും ഇത്തവണ കുറച്ച് നേരത്തെയാണ്. ഓണത്തിന് 10 ദിവസം മുന്നേ നമുക്ക് പൂക്കളുടെ ആവശ്യമുണ്ടല്ലേ, വീട്ടിൽ പൂക്കളം ഒരുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ നമ്മളുടെ കയ്യിൽ മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ചെണ്ടുമല്ലികളുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ തയ്യാറാണ് കേട്ടോ. നല്ല ഹൈബ്രിഡ് ചെണ്ടുമല്ലികളുടെ തൈകളാണ് കേട്ടോ നമ്മളിപ്പോൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ചെറിയ ചെറിയ തൈകളായിരുന്നു ചെയ്തിരുന്നത്. ഇത്തവണ കുറച്ചുകൂടി നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ തരാനായിട്ട് നമ്മൾ നേരത്തെ വിത്തിട്ടു, തൈ മുളപ്പിച്ചെടുത്തു. നല്ല രീതിയിൽ പ്രൂണിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ തരുന്നത്. അപ്പോൾ അതിൻ്റെ സൈസും കാര്യങ്ങളും നമ്മളിവിടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതുപോലെയുള്ള ട്രേയിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു തൈകളാണല്ലേ നമ്മൾ 15 രൂപയ്ക്കും 20 രൂപയ്ക്കും ഒക്കെ ആയിട്ട് കാണുന്നത്. നമ്മൾ ഇതിലും ഹെൽത്തി ആയിട്ട് വിത്തിട്ട് ട്രേയിൽ നിന്നൊക്കെ മാറ്റി നമ്മൾ നിലത്ത് കുഴിച്ചിട്ട് ചട്ടിയിലേക്കൊക്കെ മാറ്റിയിട്ടുള്ള അത്യാവശ്യം വളങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ തരുന്നത്. ഇനി നമ്മൾ തൈകൾ നട്ട് കഴിഞ്ഞിട്ട് ഇതേപോലെ തലപ്പ് ഭാഗം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ ഇതുപോലെ 1-2 ബ്രാഞ്ചസ് വരും. ആ 1-2 ബ്രാഞ്ചസിൽ നിന്നും നമ്മൾ വീണ്ടും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് വീണ്ടും ഡബിളായിട്ട് ബ്രാഞ്ചസ് വരികയും ഇതേപോലെ പൂക്കൾ വരികയും ചെയ്യും. അപ്പോൾ ഒരുപാട് ഹൈറ്റിലേക്ക് പോവാതെ നല്ല ഹെൽത്തി ആയിട്ട് ബുഷി ആയിട്ട് തന്നെ പ്ലാന്റ്സിൽ ഫ്ലവർ ഉണ്ടായിട്ട് നിൽക്കും കേട്ടോ. പിന്നെ നമ്മൾ ഇതേപോലെ ഇതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടണം കേട്ടോ എപ്പോഴും. ഇപ്പം ചട്ടിയിൽ വെക്കാൻ പറ്റുന്നവർക്ക് ചട്ടിയിൽ വെക്കാം, അതെല്ലാം നിലത്ത് വെക്കാൻ പറ്റുന്നവർക്ക് നിലത്തും വെക്കാം. അത്യാവശ്യം നല്ല വെയിലുണ്ടായിക്കോളണം കേട്ടോ. പിന്നെ ആദ്യം വരുന്ന 2-3 മൊട്ടുകളൊക്കെ നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. അത് കട്ട് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ 1-2 പൂക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ അത് ചെടി നാശമായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാണുന്ന സൈസിൽ വരുന്ന ചെടികൾ നമ്മൾ ഇതുപോലെ ബുഷാക്കി നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മദർ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ സെയിലിനായിട്ട് തരുന്നത്. ഇതിലും ചെറിയ സൈസ് ഒരാൾക്കും കിട്ടില്ല. 40 രൂപയാണ് നമ്മുടെ ഈ സൈസിലുള്ള ചെടികളുടെ വില വരുന്നത്. 1 പ്ലാന്റ് ആയിട്ടോ 2 പ്ലാന്റ് ആയിട്ടോ ഇനി 5, 10, 15 എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഒരു 1000 പ്ലാന്റ്സിൻ്റെ അടുത്ത് ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ 40 രൂപ എന്നൊരു റേറ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ. വെറുതെ വിത്തിട്ടിട്ട് മുളച്ച് വന്ന അതേ ഒരു പ്ലാന്റ് അല്ല കേട്ടോ നമ്മൾ ചെയ്യേണ്ടത്. അതിനെ റീപോർട്ട് ചെയ്ത് 2-3 തവണ റീപോർട്ട് ചെയ്ത് ബ്രാഞ്ചസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് വിട്ട് ഇങ്ങനെ വന്ന പ്ലാന്റ്സ് ആണ് ചെയ്യുന്നത്. ഇനിയും കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് തരാം എന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് സമയം പോയി അല്ലേ. ഓണൊക്കെ ഇങ്ങനെ അടുത്തെത്തി തുടങ്ങി. അപ്പോൾ നിങ്ങൾക്കിത് എന്തായാലും അടുത്ത മാസം നല്ല രീതിയിൽ പൂക്കൾ തരുന്ന തൈകളാണ് കേട്ടോ. ഓണത്തിന് മുന്നേ എല്ലാവർക്കും നല്ല രീതിയിൽ ഉപകാരപ്പെടും. പിന്നെ ഇച്ചിരി DAP കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താലും മതി. നമ്മളിങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നാളെ ഇടാം എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. നമുക്ക് ഇപ്പോഴും ഇതിനിടയിൽ കൂടെയും ബോഗൺവില്ലയുടെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർക്ക് ഇതേ കുറച്ച് ഹോൾസെയിലായിട്ട് വേണം, ബൾക്കായിട്ട് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവർക്കൊരു 150 പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ കൊടുത്തത്. അപ്പോൾ അതിനകത്ത് അവർക്ക് ചെറിയ സൈസ് മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഈ സൈസിലുള്ള പ്ലാന്റ്സ് ഇതേപോലെ കണ്ടതിൻ്റെ വേരൊക്കെ കണ്ടില്ലേ. അത്രയും നല്ല രീതിയിൽ വേരിറങ്ങി നമ്മുടെ കാലാവസ്ഥയുമായിട്ട് നല്ല രീതിയിൽ മണ്ണിൽ പിടിച്ചു വന്ന ചെടികളാണ് കേട്ടോ ഇതെല്ലാം. ചെറിയ തൈ മതി എന്നുള്ളത് കൊണ്ട് ആ ഒരു റേറ്റിലാണ് നമ്മൾ അവർക്ക് കൊടുത്തത്. 150 പ്ലാന്റ്സ് കഴിഞ്ഞ ദിവസം DTDC വഴി കയറിപ്പോയതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇനിയും ആവശ്യമുള്ളവർ വന്നിട്ട് ഫോട്ടോ തരുമോ സൈസ് തരുമോ എന്ന് ചോദിക്കരുത്. നമ്മൾ നേരത്തെ കാണിച്ച സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ചെറിയ പ്ലാന്റ്സ് വരുന്നത്. വലിയ പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടില്ല, നമ്മൾ ജസ്റ്റ് ബുഷിയാക്കി അങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം അതിനകത്ത് ഫ്ലവർ വന്നിട്ടുണ്ട്. നമ്മൾ ചെറിയ പ്ലാന്റ്സിലും നമ്മൾ കുഞ്ഞു കുഞ്ഞു മുട്ടുകൾ വന്നപ്പോൾ അതിങ്ങനെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഭാഗത്ത് നല്ല ബുഷിയായിട്ട് വരും. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന പ്രോണിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇതേപോലെ നമ്മുടെ ചെടിയിൽ പൂവുണ്ടായി നിൽക്കുക കേട്ടോ. നമ്മൾ പ്രോൺ ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെ നീളത്തിൽ പോയിട്ട് 1-2 പൂവുണ്ടായി നാശമായി പോകും എന്നല്ലാതെ യാതൊരു ഉപകാരം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന ചെടികളാണ്. അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും കെയറും കാര്യങ്ങളും എല്ലാം കൊടുക്കണം. ആവശ്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാം.